Hello, Assalamualaikum. Welcome back to another video. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ്. അബുദാബിയിൽ നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിലായിട്ട് കുറേ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സും ട്രീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. നമ്മുടെ നാട്ടിൽ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും നെയിംസ് ഒന്നും അറിയില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ റോഡ് സൈഡിലായിട്ട് മുനിസിപ്പാലിറ്റീൻ്റെ വർക്കേഴ്സ് കുറച്ച് പ്ലാന്റ്സും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വിൻ്റർ ടൈം ആകുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് കാണാൻ പറ്റും. റോഡ് സൈഡിലൊക്കെ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ടും നല്ല ഭംഗിയുള്ള കുറേ ഫ്ലവേഴ്സ് കാണാൻ പറ്റും. ഈ ഒരു ടൈമിൽ അവർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഫോക്സും നിത്യകല്യാണി അതൊക്കെയാണ് കൂടുതലായിട്ട് കാണാറ്. അപ്പോൾ ഇനി നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിലുള്ള ചെടികളൊക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. അതിന് മുന്നായിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു ഗ്രാസ് പ്ലാന്റ് ആണ്. നമ്മൾ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് തന്നെയാണ്. പെനി സെറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. നാട്ടിൽ ആണെങ്കിൽ ഇത് കാട്ടിലൊക്കെ ആണല്ലേ കാണുന്നത്. നമ്മൾ വീട്ടിലൊന്നും ഇത് വെച്ച് പിടിപ്പിക്കലില്ല. ഇവിടെ അവർ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ തിക്കായിട്ട് കാണുമ്പോൾ കുറേ കാണുമ്പോൾ നല്ല ഭംഗി. ഇതിൻ്റെ ഒരു 2-3 കളേഴ്സ് ഇങ്ങനെ റോഡ് സൈഡിലായിട്ട് കണ്ടിട്ടുണ്ട്. കാറിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു കളറാണുള്ളത്. അടുത്ത പ്ലാന്റാണ് നമ്മുടെ 10 മണി മുല്ല. കുറേ ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ 3 കളേഴ്സാണുള്ളത്, യെല്ലോ, ഓറഞ്ച് ആൻഡ് റോസ്. ഈ ചെടികൾക്കൊക്കെ വെള്ളം നനക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചെറിയ പൈപ്പുകളും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് അടുത്തതായിട്ട് വരുന്നൊരു പ്ലാന്റ്. ഇതിൻ്റെ നെയിം എന്താണെന്ന് അറിയില്ല. ഇതിന് ചെറിയ ഇതുപോലത്തെ ചെറിയ കുഞ്ഞ് ഫ്ലവേഴ്സ് ഉണ്ടാവും, വൈറ്റ് ഫ്ലവേഴ്സ്. അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പുളിവണ്ട എന്ന് പറയുന്ന പ്ലാന്റ് തന്നെയാണ്. ഇതിനെ ചില കൺട്രീസിൽ ഹിബിസ്കസ് എന്നും പറയുന്നുണ്ട്. പിന്നെ റോസല്ല എന്നും നെയിം ഉണ്ട് ഇതിന്. ഈ പ്ലാന്റിൽ നിറയെ ഇതുപോലത്തെ റെഡ് കളറിലുള്ള കുറേ മുട്ടുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഹിബിസ്കസ് പോലെ തന്നെയാണ്. ഇത് വൈറ്റ് കളർ ഫ്ലവറാണ്. കോമൺ ആയിട്ട് റോസ് റെഡൊക്കെ കാണാറുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മൾ നാട്ടിൽ വീടുകളിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് ആണ്. അഗേവ് പ്ലാന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് ഈ ഒരു ബുഷാണ്. ഇതിൽ ചെറിയ വൈറ്റ് ഫ്ലവേഴ്സ് കാണും. ഇതുപോലെ റൗണ്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് തുളസിച്ചെടിയായിട്ട് തോന്നും. ഇതിൻ്റെ ചെറിയ ലീവ്സും ഈ ഫ്ലവേഴ്സൊക്കെ ഏകദേശം തുളസിയുടെ അതേപോലെ തന്നെയാണ്. പിന്നെ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് വളർന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് നല്ല സൈസിൽ വരുന്നൊരു പ്ലാന്റ് ആണ്. ഇതിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ബഡ്സിൻ്റെ ഗ്രൂപ്പ്സ് ഇങ്ങനെ കാണാൻ പറ്റും. നെക്സ്റ്റ് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. നമ്മുടെ മതിലുകളിലൊക്കെ ഇങ്ങനെ പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവും. സ്കൈ ബ്ലൂ ക്ലസ്റ്റർ വൈൻ എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത്. പിന്നെ നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഈന്തപ്പനകളുണ്ട്. ഇതാ സീസൺ ടൈമിൽ കായ്ക്കാറുണ്ട്. ഈത്തപ്പഴങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ കുക്കുംബറിൻ്റെ പ്ലാന്റ് ഉണ്ട്. റോഡ് സൈഡിലായിട്ട് കുക്കുംബറിൻ്റെ പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊന്നും നെയിം അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിലുള്ള പ്ലാന്റ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.